പണ്ട് പ്രതിഷേധ സൂചകമായി താൻ മുടിമുറിച്ചത് വനിതകൾക്ക് വേണ്ടിയെന്നാണ് ഇപ്പോൾ ലതിക സുഭാഷ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കളോട് പരിഭവമില്ല എന്നും എതിർ സ്ഥാനാർത്ഥികൾ പോലും സുഹൃത്തുക്കളാണ് എന്നും അവർ പറയുന്നുണ്ട്. അധിക്ഷേപിക്കുന്നവർ ഇപ്പോഴുമുണ്ടെന്നും അതിന് മറുപടി പറയാനില്ല എന്നും ലതിക സുഭാഷ് 24-നോട് പറഞ്ഞു. കോട്ടയം നഗരസഭയിലെ 48-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് ലതിക സുഭാഷ്. ഇപ്പോൾ ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പല ജില്ലകളിലും പ്രമുഖരായിട്ടുള്ള നിരവധി സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോട്ടയത്തും അങ്ങനെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയുണ്ട്, ഒരു സംസ്ഥാന നേതാവുണ്ട്. അത് മറ്റാരുമല്ല, NCP നേതാവായിട്ടുള്ള ലതിക സുഭാഷാണ്. ചേച്ചി നഗരസഭയിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുകയാണ്, അതും കോട്ടയം നഗരസഭയിലേക്ക്. എന്താണ്? നഗരസഭയ്ക്ക് കുറവൊന്നുമില്ലല്ലോ, കാരണം ഞാൻ 30 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാണ് UDFന്റെ നേതൃത്വവും കോൺഗ്രസും എന്നോട് അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ VS അച്യുതാനന്ദനെതിരെ മലമ്പുഴയിൽ ചെന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞത്. എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, തോറ്റുപോകും മുഖ്യമന്ത്രിക്കെതിരെ, എന്നാലും ലതിക മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ടാണല്ലോ അവിടെ പോയി മത്സരിച്ചത്. കോട്ടയത്തേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ളവർക്കൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ്. അവരെല്ലാം ഈ നഗരത്തിൽ, ഇപ്പം ഉമ്മൻചാണ്ടി ഇല്ല, എന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അതെന്താ, വ്യക്തിപരമായി ആർക്കും ആരോട് പരിഭവമില്ലല്ലോ. എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ പോലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ വളരെ കാലമായി കാണുന്ന ആളുകളാണ്. എനിക്കൊരിക്കലും ആരോടും പരിഭവമില്ലല്ലോ, ഒരു പിണക്കവും ഇല്ല. ആശയങ്ങളായിട്ടുള്ള ഏറ്റുമുട്ടൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പരിഭവമില്ല. രാജി ഒരു വലിയ സംഭവമായിരുന്നു, മുടിമൊട്ടയടിച്ചതും മറ്റുമൊക്കെ. അതൊക്കെ മറന്നോ ഇപ്പോൾ? ശരി, ഞാനൊരു കാര്യം, വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് സ്വന്തമായ എൻ്റെ ഒരു, അങ്ങനെയാണെ അറിയാമല്ലോ, 2000-ലാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അപ്പം അങ്ങനെ എന്നെ ഒരു സ്ഥാനമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നത് എന്നെ അറിയാത്ത സോഷ്യൽ മീഡിയ ആണ്. എന്നെ അറിയുന്ന ആരെങ്കിലും പറയുമോ? ഒരാൾ മാത്രം പറഞ്ഞതിട്ട് പ്രചരണമാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു ചാനലില്ല ചർച്ചയുടെ ഒരു വാക്കൊക്കെ എടുത്തിട്ട് എന്നെ അങ്ങ് അധിക്ഷേപിക്കുമ്പോൾ എനിക്ക് ഭാഷയില്ലാഞ്ഞിട്ടല്ലല്ലോ മറുപടി പറയാൻ. ഞാനതൊന്നും ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് ചിലപ്പോൾ നോവുണ്ട്, പുണ്ണിൽ കൊള്ളി വെക്കുന്നത് പോലെ വേദന തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കൗമാരവും എൻ്റെ യൗവനവും എൻ്റെ കുടുംബജീവിതവും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഞാനും സുഭാഷ് ചേട്ടനും നിന്ന് രണ്ടുപേരും പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഒരു അധ്യക്ഷയാകാനുള്ള സാധ്യതയുണ്ടോ? അതൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു സാധ്യതയൊന്നും കണ്ടുകൊണ്ടല്ല. ഞാൻ നിൽക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരമൊന്നും ഒരു ചിന്തയിലുമല്ല. എന്തായാലും അതാണ്, മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച വ്യക്തിയാണ്. 48-ാം വാർഡിൽ നഗരസഭയിലും ഒരു അംഗത്തിന് വേണ്ടി ലതിക സുഭാഷ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ വലിയ ചർച്ച കേരളത്തിലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയ നേതാവായി മാറിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ലതിക സുഭാഷ്. 48-ാം വാർഡിലാണ് ലതിക സുഭാഷ് ഇത്തവണ മത്സരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.